ഞാൻ ഇസ്ലാമായി മതം വിട്ടതിന് ശേഷം ഇന്ന് വരെ വേറെ വർക്ക് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബ്രേക്ക്? കാരണം അതിൽ ഒന്ന് പണം മുടക്കുന്ന, ഇപ്പോൾ സിനിമാക്കാരിൽ പണം മുടക്കുന്നവരിൽ ഏറിയ പങ്കും മുസ്ലിങ്ങളാണ്. രണ്ടാമത് കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ ജോലിയുടെ ഭാഗമായിട്ടും ഇവര് അത് നമ്മുടെ പുറന്തള്ളപ്പെടും. ആ വിപ്ലവത്തിൻ്റെ ആവേശത്തിന് നമ്മളിതൊക്കെ ചെയ്തതാണ്. ഞാനിത് ചോദിച്ചു, എനിക്ക് അന്നും ഒരു മനസാക്ഷിയുടെ പ്രശ്നമുണ്ട്. ഞാൻ അവിടുത്തെ സഖാവിനോട്, മരിച്ചുപോയി അദ്ദേഹം, സഖാവിനോട് വെച്ച് നമ്മൾ ഈ ചാരായം കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ സഖാവേ, അത് എങ്ങനെ നമ്മൾ ന്യായീകരിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രബലനായിട്ട് ഒരു ശത്രുവിനെ നേരിടാൻ ഏത് കുതന്ത്രങ്ങളും ഉപയോഗിക്കാം. അന്നേ ക്യാപ്സുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇവരല്ലേ? അന്നേയുള്ള ക്യാപ്സുൾ അത് തന്നെയാണ് ഇസ്ലാമിലുള്ളത്, ഈ പറയുന്ന ജിഹാദിലുള്ളത്. ഇപ്പൊ താങ്കളിപ്പം രാമസിംഹൻ എന്ന പേര് മാറ്റിയെങ്കിൽ അബൂബക്കർ എന്നൊരു സർനെയിം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? വേണം, ഞാൻ കൺവേർട്ട് ചെയ്തെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം. നാളെ കൺവേർട്ട് ചെയ്യാനുള്ള ധൈര്യം കൊടുക്കണം, വേണ്ടേ? വെറും ഒരു രാമസിംഹനായി പോയി കഴിഞ്ഞാൽ ആ രാമസിംഹന് കൂടെ അലി അക്ബർ വേണം, അബൂബക്കർ വേണം. എൻ്റെ അച്ഛൻ മാറുന്നില്ലല്ലോ. എൻ്റെ അച്ഛൻ അവിടെ തന്നെ കിടക്കുക. അച്ഛൻ്റെ പേര് മാറ്റാനുള്ള അർഹതയില്ല. എൻ്റെ അബൂബക്കർ തന്നെയാണ്, ഞാൻ അലി അക്ബർ തന്നെയാണ്, ഒപ്പം രാമസിംഹനുമാണ്. ആ ബോധ്യം സമൂഹത്തിൽ ഉണ്ടാവണം. ഒരു ആൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും. നമ്മളെ പൈതൃകം ഒന്നും വിട്ട് കളഞ്ഞിട്ടല്ല, നമ്മളെ ലൈഫ് ഇതാണ് എന്നുള്ളതാണ് അതിലൂടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ. എൻ്റെ കുടുംബത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഞാൻ അലി അക്ബർ തന്നെയാണ്. ഞാൻ 16 മക്കളിൽ ഒരാളാണ് ഞാൻ, എൻ്റെ അച്ഛൻ്റെ. അത്രയും വലിയൊരു കുടുംബമാണ് എൻ്റെത്. അതിൽ ഞാൻ മാത്രമേ ഹിന്ദു മതം സ്വീകരിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ മുസ്ലിങ്ങളായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് അവരോട് യാതൊരു വിരോധമില്ല, ഒരു മുസ്ലിങ്ങളോടും എനിക്ക് വിരോധമില്ല. ഫാമിലിയിൽ സാറ് മാത്രമേ ഉള്ളൂ? വൈഫ്, ഞാൻ, എൻ്റെ വൈഫ്, മക്കള്, അവരെല്ലാം ഹിന്ദു മതത്തിന്റെ ഭാഗമായിട്ട്. അത് അവരുടേതായിട്ടുള്ള ഒരു സ്വന്തം തീരുമാനത്തിലാണോ? ഡാഡി മാറുന്നു അങ്ങനെയല്ല. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഗീത പഠിച്ചിട്ട് ആണ് ഹിന്ദു മതത്തെ അറിയുന്നത്. ആ ഗീത വീട്ടിൽ കൊണ്ടുവച്ചപ്പോൾ ഭാര്യ വായിച്ചിട്ടാണ് ഗീത അവൾ പഠിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി, ഇതൊരു മതമല്ലല്ലോ, ഹിന്ദു ഒരു മതമല്ലല്ലോ, അതൊരു കൾച്ചറാണ്, സംസ്കാരമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ഞങ്ങൾ പറഞ്ഞു, ഈ രണ്ടിനേക്കാളും ഞങ്ങൾ പിന്തുടരുന്ന, അവൾ ക്രിസ്ത്യാനിയായിരുന്നു, ഞാൻ മുസ്ലിമായിരുന്നു, ഇതിനേക്കാളും ജീവിക്കാൻ ഉതകുന്ന, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്ക് ഉതകുന്ന ഒന്നാണ് ഈ സംസ്കാരം. നമുക്കതിലേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു സാർ ഇപ്പം മാരേജ് ചെയ്തത് ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരാളെ കല്യാണം. അപ്പൊ ആ സമയം മുതൽ ഈ ജാതി മതം എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ഫോക്കസ്ഡ് ആയിരുന്നില്ല? ഇല്ല, കാരണം എൻ്റെ ആദ്യത്തെ സിനിമ, കൊമേഴ്സ്യൽ സിനിമ മുഖമുദ്രയാണ്. അതിൽ 2 തിലകന് ഡബിൾ റോളാണ്. ഒരു തിലകൻ കള്ളനും ഒരു തിലകൻ പോലീസുമാണ്. അതിൽ കവിയൂർ പൊന്നമ്മ ഹിന്ദു ഭാര്യ, മറ്റാൾ വരെ കൊച്ചു ത്രേസ്യാണ്. അപ്പോൾ എൻ്റെ എല്ലാ സിനിമയിലും ജാതി അതല്ലെങ്കിൽ മതം അതിൻ്റെ വേരുകൾ അറക്കുന്ന സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പരസ്പര സ്നേഹം. അതിനി ഗ്രാമപഞ്ചായത്ത് എടുത്ത് നോക്കൂ, നായരും വിളക്കിത്തല നായരും തമ്മിലുള്ള പ്രശ്നം. ചെറിയ സിനിമയാണ്, പക്ഷെ അതിനകത്ത് വളരെ വലിയൊരു കണ്ടന്റ് ഉണ്ടാവും എപ്പോഴും, സമൂഹത്തിന് ഉപകരിക്കുന്നത്. കാരണം ഇതിൽ ജാതിയിലോ മതത്തിലോ ഒന്നും പ്രശ്നമില്ല. ഇപ്പം ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ വെറുക്കണമെന്നില്ല, പക്ഷേ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എന്നെ വെറുക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിപ്പോ ഈ ഒരു കൺവേർഷൻ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സമയത്തില്ലേ വലിയ രീതിയിൽ ഭയം തോന്നിയിട്ടില്ലേ? കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് അകത്ത് നിൽക്കുകയാണെങ്കിൽ പോലും വിമർശിക്കുന്നവരെ വെറുതെ വിടാറില്ല. ഇനി പുറത്തു നിന്ന് വിമർശിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി അധികം ഭീഷണികളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന ഒരു സമയമാണെന്ന് കരുതാം. അങ്ങനെ ഇരിക്കും. ഇപ്പോൾ രാമസിംഹൻ എന്ന് പറയുന്ന പേര് തന്നെ ഇതുപോലെ വിഷമിക്കപ്പെട്ട അല്ലെങ്കിൽ അതുപോലെ വധിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ഇതാണല്ലോ. ആ ഒരു ഭയം ഉണ്ടായിട്ടില്ലേ? അത് ഗീത പഠിച്ചാൽ പിന്നെ ഭയം ഉണ്ടാവില്ല. നമ്മൾ അർജുനൻ ഭയപ്പെട്ടു നിന്നു ആദ്യം. 1-ാമത്തെ അധ്യായത്തിൽ അർജുന വിഷാദയോഗമാണ്. അർജുനൻ എന്താ ഭയപ്പെട്ടത്? തൻ്റെ ബന്ധുമിത്രാദികളാണ് ചുറ്റും, അവരെ ഞാൻ കൊല്ലണോ, അവരെന്നെ കൊല്ലുമോ, അവർ ശക്തരല്ലേ, എന്നെ കള, എല്ലാം കൊണ്ടും ഭയപ്പെട്ട് നിൽക്കുമ്പോഴാണ് കൃഷ്ണൻ പറയുന്നത്, അർജുന നീ ശരീരം മാത്രമേ ഉള്ളൂ, അത് എപ്പോഴായാലും നശിച്ചു പോകുന്നതാണ്, നിൻ്റെ ആത്മാവാണ് നീ നോക്കേണ്ടത് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നശിച്ചു പോകുന്നൊരു ശരീരം, നമ്മളെ ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ശരീരം കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം, ശരീരം ഇല്ല, നാളെ പോകും. പക്ഷേ ഈ രാമസിംഹം നാളെ ഉണ്ടാവും. അതൊരു ചരിത്രം. അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ പുറത്ത് കാണിച്ചില്ലെങ്കിലും എന്നെ ഉൾക്കൊള്ളുന്ന ആയിരക്കണക്കിന് ഒരുപാട് പേരുണ്ട്. അവർക്കാണ് നമ്മളെപ്പോഴും ഒരു നിർദ്ദേശം കൊടുക്കുന്നത്. പിന്നെ പണ്ടൊന്നും ഞാൻ തിരിച്ചു പറയില്ല, ഇപ്പം ഞാൻ തിരിച്ചു പറയാൻ തുടങ്ങി. കാരണം ഈ ഫേസ്ബുക്കിലൊക്കെ അത്രമാത്രം തെറിയാണ്, രാവിലെ മുതൽ എനിക്ക് തെറിയേക്കുക. തിരിച്ച്
ഇപ്പം നമ്മൾ തെറി കേട്ട് മിണ്ടാതിരിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കയറി വരും. ഇപ്പം തിരിച്ച് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവൻ പറയുന്ന അതേ ഭാഷ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പം പിന്നെ വിട്ടിട്ട് പോകും. കാരണം ഇയാളോട് പണ്ട് കാര്യമില്ല. ഞാൻ TP സെൻകുമാർ സാറ് അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇങ്ങോട്ട് കിട്ടിയാൽ തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നത്. ബാക്കി സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ അല്ല, തിരിച്ച് ഈ തെറി പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് നിൻ്റെ അച്ഛൻ വിളിച്ചാൽ എൻ്റെ അച്ഛൻ വിളിച്ചാൽ നിൻ്റെ അച്ഛൻ എന്ന് പറയാനുള്ള. ഇപ്പൊ ഈ ഗർഭാപ്പസിയുടെ വാർത്ത വന്ന സമയത്ത് അലി അക്ബർ എന്ന് പറയുന്ന ഒരു സംവിധായകനെ കുറിച്ചിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തത്. അപ്പൊ അതിനുശേഷം ഈ ഹിന്ദു മതത്തിലേക്ക് വന്നതിന് ശേഷം ക്രിയേറ്റിവിറ്റി ഭയങ്കര ലോ ലെവലിലേക്ക് പോയി, അങ്ങനെ ഒരു തോന്നല് അതുണ്ട്, സത്യമാണ്. കാരണം പറഞ്ഞാൽ ഇപ്പം ഞാൻ 2016 വരെയും എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും എൻ്റെ വീട്ടിലുണ്ട്, സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം എൻ്റെ സിനിമ അല്ലെങ്കിൽ പോലും ഒരു 4-5 സിനിമയുടെ പോസ്റ്റ് ഷൂട്ടിംഗ് വർക്കുകൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ ഇസ്ലാമായി മതം വിട്ടതിന് ശേഷം ഇന്ന് വരെ വേറൊരു വർക്ക് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബ്രേക്ക്? കാരണം അതിൽ ഒന്ന് പണം മുടക്കുന്ന, ഇപ്പോൾ സിനിമാക്കാരിൽ പണം മുടക്കുന്നവരിൽ ഏറിയ പങ്കും മുസ്ലിങ്ങളാണ്. രണ്ടാമത് കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ ജോലിയുടെ ഭാഗമായിട്ടും ഇവര് അത് നമ്മുടെ പുറന്തള്ളപ്പെടും. ജീവിക്കാൻ ഒരു ഇടം കൊടുക്കാതെ എങ്ങനെ നോക്കണം എന്നുള്ളത്, അത് ഇസ്ലാം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചെറിയൊരു ഇതല്ല, അതൊരു പട്ടാളമാണ്. വലിയ രീതിയിലൊരു എന്താ പറയാ, ആക്രമിച്ചുകൊണ്ടേയിരിക്കും മരണം വരെ. മരിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്കും അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട്. കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിൽ രണ്ടായിട്ട് അത് ഒന്ന് തന്നെയാണ്, രണ്ടും മതം തന്നെയാണ്. അത് ഇപ്പം സാറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം റാബിയ ചലിക്കുന്നു എന്ന് പറയുന്ന ചിത്രം, അതുപോലെ തന്നെ മാമലകൾക്കപ്പുറം, ഇതൊക്കെയും അവാർഡൊക്കെ സാറിന് ഒരുപാട് നേടിത്തന്ന ആ ഒരു ലെവലിലായിരുന്നല്ലോ സാറ് നിന്നിരുന്നത്. അപ്പം ഒരു സമയത്തിന് ശേഷം സാറിന് തോന്നിയിട്ടുണ്ട് ഈ അവാർഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര രാഷ്ട്രീയ പ്രേരിതമായിട്ട് മാത്രം? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ എൻ്റെ ഫസ്റ്റ് സിനിമയ്ക്ക് എനിക്ക് അവാർഡ് കിട്ടുന്നതൊക്കെ ഞാൻ എത്ര വലിയ സിനിമകളോട് മത്സരിച്ചിട്ടാണെന്നറിയോ. ഇപ്പം അന്ന് വലിയ സിനിമക്കാർ ഈ അവാർഡ് പടം ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്. എനിക്കാണെങ്കിൽ പൊളിറ്റിക്കൽ ബാക്കപ്പ് ഇല്ല. പക്ഷെ അന്ന് ബുദ്ധേവ്സ് ഗുപ്തയായിരുന്നു ചെയർമാൻ. അപ്പോൾ അന്ന് കൊടിയേറ്റം ഗോപിയുടെ ഉത്സവ പിറ്റേന്ന് പിന്നെ നമ്മുടെ മോഹൻലാൽ പപ്പടച്ചെട്ടിയായിട്ട് വന്നൊരു സിനിമയുണ്ട്, പാദമുദ്ര. ഇതിനോടൊക്കെ മത്സരിച്ചിട്ടാണ് എനിക്ക് എൻ്റെ 2.25 ലക്ഷം രൂപയുടെ സിനിമയ്ക്ക് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അവിടെ എനിക്ക് അവാർഡ് ഭയങ്കര ഒരു അംഗീകാരം, എനിക്ക് ഭാഗ്യമുണ്ടായി. അതൊരു വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ടോ? പിന്നീട് അത് തകർച്ചയ്ക്ക് സഹായിച്ചു. പിന്നെ എന്നെ ഒറ്റപ്പെടുത്തലായി. അതൊരു അസൂയക്കൊരു കാരണമായി. കാരണം അത് അന്ന് ഉണ്ടായിരുന്ന കുറേ ഗടാഗടിയന്മാരുണ്ട്. എനിക്ക് 24 വയസ്സേ ഉള്ളൂ ഈ അവാർഡ് മേടിക്കുമ്പോൾ. ഈ ഗടാഗടിയന്മാർ ഇവൻ വളർന്നു വന്നാൽ ശരിയാവില്ല. KSFTC എന്നൊക്കെ എന്നെ ഉപദ്രവിച്ച ആൾക്കാർ. ഞാൻ പാനലിൽ സാറിന് അന്ന് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പാനലിൽ വരും. ഏറ്റവും കൂടുതൽ KSFTCയിൽ വർക്ക് ചെയ്ത ആളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ അവിടുത്തെ വർക്കുകൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തതാണ്. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നോട്, അങ്ങനെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് തന്നെയായിരുന്നു. അതെ, സാർ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നു, അത് കഴിഞ്ഞ് AAPയിൽ സാർ പ്രവർത്തിച്ചിരുന്നു. AAPയിൽ 15 ദിവസമേ ഉള്ളൂ. 15 ദിവസം കൊണ്ട് അവരെനിക്ക്, ഞാൻ അപ്പം തന്നെ റിസൈൻ ചെയ്ത് അതിന് കാരണം ബോധ്യപ്പെടുത്തി. അതിനുശേഷമാണല്ലോ സാർ BJP എന്ന് പറയുന്ന BJPയിൽ 16 വരുന്നത്. അതിനുശേഷം സാർ അതിനകത്ത് റിവീൽ ചെയ്തു. അല്ല, അതൊന്നും പോയി. അതൊന്നും ഞാൻ ചോദിക്കട്ടെ, ഇത് BJPയിൽ നിന്ന് റിസൈൻ ചെയ്തു എന്നതുകൊണ്ട് ഒരുപക്ഷെ ആ പാർട്ടിയുടെ ഒപ്പം അല്ല എന്ന് പറയാം? ആ പാർട്ടിയുടെ ഒപ്പം തന്നെ, ഞാൻ മോദിജിയുടെ ഒപ്പം തന്നെയാണ്, ആ ആശയങ്ങൾക്കൊപ്പം തന്നെയാണ്. എനിക്ക് രാഷ്ട്രീയക്കാരനായിട്ട് ആ രാഷ്ട്രീയത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിലെ ആ രാഷ്ട്രീയത്തിൽ അന്ന് ഉണ്ടായിരുന്ന നേതൃത്വമായിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട്, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട്, അങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നത് എന്തുകൊണ്ടാണ്? ഷിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക്, അതായത് എന്നെ സംബന്ധിച്ചോളം ഒരു പൊളിറ്റിക്കൽ മൈൻഡല്ല, ഞാൻ കലാകാരനാണ്. അപ്പോൾ ഒന്ന് അതിലുള്ള ഈ കളികളുണ്ടല്ലോ രാഷ്ട്രീയത്തിലുള്ള, എല്ലായിടത്തും പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ആ കളികളിലോട് യോജിച്ച് പോകാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാണ് ₹1 മോഷ്ടിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഈവൻ കൂലി പോലും ചോദിച്ചു വാങ്ങാത്ത ഒരു സംവിധായകനായിരുന്നു ഞാൻ. അതുകൊണ്ട് പരാജയമാണ് ആ കാര്യത്തിൽ, ബിസിനസ്സിൽ പരാജയമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല. രാഷ്ട്രീയത്തിന് ചില എന്താ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് അത്. ശരിക്കും കമ്മ്യൂണിസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസത്തിൽ ആകർഷിക്കുന്നത്, ഞാൻ വയനാട്ടുകാരനാണ്. ഞാൻ ആദ്യം പ്രവർത്തിച്ചത് നാടക രംഗത്താണ്. അത് നക്സലൈറ്റുകളുടെ കൂടെയാണ് നാടകം. അതായത് വയനാട് സാംസ്കാരിക വേദിയിൽ അവരുടെ പടയണി, അമ്മ, സ്പാർട്ടക്കസ്, അന്നത്തെ ഏറ്റവും കൊടി പിടിച്ച നാടകങ്ങളാണ് നക്സലൈറ്റ് നാടകങ്ങൾ.
അതിൽ പടയണിയിലെ ഒരു മെയിൻ ക്യാരക്ടറാണ് ഞാൻ. ഇത് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ. ആ സമയത്ത് അപ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെ അതിൽ അറസ്റ്റ് ചെയ്യപ്പെടാതെ രക്ഷപ്പെട്ട ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ പേരിൽ വേറൊരാളുണ്ടായിരുന്നു. എൻ്റെ അളിയനാണ് അലി. അലീനെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് അവർ പേര് വെട്ടി. അലീനെ അറസ്റ്റ് ചെയ്തല്ലോ എന്നുള്ളത്. അലി അക്ബർ എന്നുള്ളത് എല്ലാവരും എന്ന് അലീനെ വിളിക്കാതെ നാട്ടിൽ. അപ്പോൾ അലീനെ അറസ്റ്റ് ചെയ്തപ്പം അലിയുടെ പേര് വെട്ടി. അങ്ങനെ രക്ഷപ്പെട്ട ആളാണ്. ബാക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അല്ല ഒരാൾ സൂയിസൈഡ് ചെയ്തു, എല്ലാം നശിച്ചുപോയി. അവരൊന്നും നാട് മാറ്റാൻ നിന്നിട്ട് നാട് മാറിയില്ല. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ അതോ നിരപരാധികൾ ഈ മത്തൽ കൊലപാതകം നടക്കുമ്പം ഞങ്ങൾ വൈകുന്നേരം ചായ കുടിച്ച് ഇരിഞ്ഞു പോയ ആൾക്കാരാണ് കൊല്ലുന്നത്. അവർ രക്ഷപ്പെട്ടു. പക്ഷേ പിടിക്കപ്പെട്ടത് അതാണ് മാമലക്ക് അപ്പുറത്തിട്ടോ സബ്ജക്റ്റ്. ആ ഒരു സബ്ജക്റ്റാണ് ഞങ്ങൾ റിയൽ സബ്ജക്റ്റ്. നിരപരാധികളായ കുറേ മനുഷ്യർ നാടകഭ്രാന്ത് മൂത്തിട്ട് ഈ നാടകം കളിക്കാൻ പോകുന്നു. അതിനിടയിലാണ് ഈ ആക്ഷൻ നടക്കുന്നത്. ആക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് ഈ പ്രതികളെല്ലാവരും രക്ഷപ്പെടുന്നു. നിരപരാധികളായിട്ടുള്ള കട്ടം വലിക്കാൻ വന്നവർ വരെ, ഇത് നാടകത്തിന് കട്ടം വലിക്കാൻ വന്നവരെ അടികൊണ്ടിട്ട് പ്രതിന്ന് മാത്രമല്ല ക്രൂരമായ മർദ്ദനമായിരുന്നു അന്ന്. അതായത് ബത്തേരി പോലീസ് സ്റ്റേഷനിലുള്ള നിലവിളി കുപ്പാടിയിൽ കേൾക്കുമായിരുന്നു. അവിടുന്ന് 4 കിലോമീറ്റർ. അത്രയും ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് അന്ന് നടത്തിയത്. അതെല്ലാവരും പോയി തകർന്ന് തരിപ്പണമായി. പിന്നെ അവർ കഞ്ചാവായി, മദ്യമായി. ഈ വിപ്ലവം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ മാമലകൾക്കപ്പുറം ആ സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോൾ സാറ് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു തോന്നുന്നു. കമ്മ്യൂണിസ്റ്റാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റിൽ ഇങ്ങനെയുള്ള ഘടകങ്ങൾ മാറണം എന്ന് പറഞ്ഞാൽ അന്ന് ആ സിനിമയുടെ അവസാന ഷോട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. ആ കമ്മ്യൂണിസം പിന്നീട് രസകരമായ സംഭവിച്ചാൽ തിരുവനന്തപുരത്തായിരുന്നല്ലോ അന്നത്തെ ജീവിതം. അവിടെ ജീവിക്കുമ്പോൾ ഞാൻ കുറച്ച് കാലം പത്രപ്രവർത്തനം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുണ്ട് ഒരു ഹിസ്റ്ററി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ AKG സെൻറ്ററിലൊക്കെ സ്ഥിരമായിട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോവുകയും AKG സെൻറ്ററും എന്താണെന്നും സഖാക്കന്മാരെന്താണെന്നും മനസ്സിലാക്കുന്നത് ഈ 2 വർഷത്തെ പത്രപ്രവർത്തനം നടക്കുമ്പോഴാണ്. അതോടുകൂടി ആ സംഗതി തട്ടിപ്പാണെന്ന് മനസ്സിലായി. പിന്നെയാണ് കമ്മ്യൂണിസം വേണ്ടെന്ന് വെക്കുന്നത്. അല്ലെങ്കിൽ ആ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം എല്ലാവരും പറയുന്നത് പോലെ കമ്മ്യൂണിസത്തിന്റെ ഇപ്പോഴത്തെ നേതൃത്വമാണോ പ്രശ്നം, അല്ലെങ്കിൽ ആ ആശയം തന്നെ പ്രശ്നമാണ് അതിൽ. കാരണം അത് പറയാം, ഈ മതം തന്നെയാണത്. ഒരു മയക്കുമരുന്നാണ്. പെട്ടെന്ന് ആരെ ആകർഷിക്കാം. കാരണം തൊഴിലാളി വർഗ്ഗ സ്നേഹം ഒക്കെ പറയാം. പക്ഷെ തൊഴിലാളി വർഗത്തോട് ഒരു സ്നേഹമില്ല. പിന്നീട് നമ്മൾ റഷ്യൻ ചരിത്രം പഠിച്ചപ്പോഴും എങ്ങനെയാണ് സ്റ്റാലിനൊക്കെ മനുഷ്യരെ കൊന്നെന്ന് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യ സ്നേഹമില്ലാത്ത ഒരു വിഭാഗമാണ്. ഇപ്പം ചൈനയിൽ നമ്മൾ ടിയാൻമെൻ സ്ക്വയറൊക്കെ ചിന്തിക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ. കമ്മ്യൂണിസത്തിൻ്റെ ഇതെന്താണ്? സ്വാതന്ത്ര്യമില്ലാതെ ഈ ഇപ്പം ജിഹാദ് പോലെ തന്നെ മറ്റൊരു പ്രസ്ഥാനം എന്നുള്ളത്. ഇപ്പൊ കമ്മ്യൂണിസത്തിനെ എതിർക്കുന്ന എല്ലാ വ്യക്തികളും തന്നെ ഒരു എക്സ് കമ്മ്യൂണിസ്റ്റുകളായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഉറപ്പായിട്ടും. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ, പക്ഷെ അവരൊക്കെ ഒരുപാട് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ സാറിനാണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവർ തെറിയായിട്ട് വരാറുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്ക് സാറിന് എങ്ങനെയാ തോന്നുന്നത്? പുച്ഛമാണോ തോന്നുന്നത്? നിന്നെക്കാട്ടിയും വലിയ സഖാവായിരുന്നു പണ്ട്. ഞാൻ ഈ ഇലക്ഷൻ സമയത്ത് 10 ലിറ്ററിന്റെ 2 കന്നാസ് ചാരായവുമായിട്ട് ആദിവാസി കൊണ്ട് പോയിട്ട് അവരെ കുടിപ്പിച്ച് കിടത്തി അവിടെ കാവലിരുന്ന് പിറ്റേന്ന് ഈ പല്ലക്ക് ചുമക്കുന്ന മാതിരി ആദിവാസികളെ കൊണ്ടുപോയി വോട്ട് ചെയ്യിച്ച് ആളാണ് ഞാൻ. അന്ന് പാർട്ടിക്ക് വേണ്ടിയിട്ട് എത്രയോ പാർട്ടിക്ക് വേണ്ടി എത്രയോ ജീപ്പിന്റെ ടയർ കുത്തി കയറിയ ആളാണ് ഞാൻ. ഞാൻ SFI ലീഡറായിരുന്നു. സ്കൂളിൽ SFI ലീഡറായിരുന്നു ഞാൻ. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചെയ്ത തോന്നിവാസങ്ങൾ, ഇപ്പം എന്ത് ദ്രോഹം ഞാൻ ചെയ്തെന്നുള്ളത്. അന്ന് ഒരു ആവേശമാണ് വിപ്ലവം. ആ വിപ്ലവത്തിൻ്റെ ആവേശത്തിന് നമ്മളിതൊക്കെ ചെയ്തതാണ്. ഞാനിത് ചോദിച്ചു. എനിക്ക് അന്നും ഒരു മനസാക്ഷിയുടെ പ്രശ്നമുണ്ട്. ഞാൻ അവിടുത്തെ സഖാവിനോട്, മരിച്ചു അദ്ദേഹം, സഖാവിനോട് വെച്ച് നമ്മൾ ഈ ചാരായം കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ സഖാവേ, അത് എങ്ങനെ നമ്മൾ ന്യായീകരിക്കുന്നു പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രബലനായിട്ട് ഒരു ശത്രുവിനെ നേരിടാൻ ഏത് കുതന്ത്രങ്ങളും ഉപയോഗിക്കാം. അന്നേ ക്യാപ്സൂളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇവരല്ലേ? അന്നേ ഉള്ള ക്യാപ്സൂൾ അത് തന്നെയാണ് ഇസ്ലാമിലുള്ളത്, ഈ പറയുന്ന ജിഹാദിലുള്ളത്. പ്രമുഖനായിട്ടുള്ള ഒരു ശത്രുവിനെ ഏത് രീതിയിലും തക്കിയ എന്ന് പറയുന്നതല്ലേ, നിങ്ങളെ മുഖത്ത് ചിരിക്കുക, സമയം കിട്ടുമ്പോൾ കുത്തുക. ഒരുപക്ഷെ ഈ കോളേജ് പിള്ളേരും അല്ലെങ്കിൽ ഈ പുതിയതായിട്ട് രാഷ്ട്രീയം തുടങ്ങുന്ന ആൾക്കാരും ഒക്കെ പെട്ടെന്ന് കമ്മ്യൂണിസത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആദ്യ SFIനെ ഇഷ്ടപ്പെട്ട 4ാം ക്ലാസ് പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ അടി കിടക്കുന്നത്.
നമ്മൾ കാണുകയല്ലേ ഇവർ സൈക്കിൾ ചെയിനൊക്കെ ആയിട്ട് വന്നാണ് അന്ന് തടി. ഒരു ഹീറോ പരിവേഷമാണ്. അപ്പോൾ ഇവർ ഈ സിനിമയിലെ സ്റ്റണ്ടുമാർ ഈ ഹീറോ 4-5 ആൾക്കാർ നിന്ന് പിള്ളേരെ അടിച്ചു ഓടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ അവരുടെ കൂടെ ഇതാണ് SFIയിലേക്ക് കുട്ടികൾ വരുന്നത്. അതിന്റെ ഒരു തണലുണ്ടാവും. തണലുണ്ടാകും, അത് കാണാൻ ഒരു ആവേശം, എന്നിട്ട് ഇവരത് ചാടും, എന്നിട്ട് അവർ ജീവിതം ഇല്ലാണ്ടാക്കും, അവനവന്റെ ജീവിതം അല്ലാതാക്കും. അതിന് ഇതുവരെയും ഈ 2026 വരെയും ഒരു മാറ്റം ഒരു മാറ്റമില്ല. എൻ്റെ കുഞ്ഞുനാൾ മുതൽ പാർട്ടി ഇപ്പോഴും ഞാൻ പറയട്ടെ, എനിക്കൊരു 5ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 69 മുതൽ ഞാൻ കാണുന്ന കാഴ്ചയുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു, രണ്ടാമത്തെ ജ്യേഷ്ഠനാണ് കമ്മ്യൂണിസ്റ്റ്, ബാക്കി കോൺഗ്രസ്സുകാരും ഒരാൾ ലീഗുമാണ്. ഇപ്പം ഈ കലാകാരന്മാരുടെ ഈ പറഞ്ഞതുപോലെ തന്നെ സാറൊക്കെ എടുത്തു വെച്ച ഓരോരോ സിനിമകൾ എടുത്തു വെച്ചിട്ട് പിന്നീട് അതിനെ വിമർശിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പൊ ബാംബു ബോയ്സ് എന്ന് പറഞ്ഞിട്ട് വലുതായിട്ട് ആഘോഷിക്കപ്പെടുകയും ഇപ്പോഴും ചാനലിൽ വന്നു കഴിഞ്ഞാൽ മാറ്റാത്ത ഒരു എല്ലാവരും ഇഷ്ടമാണ്. എന്നാൽ ഭയങ്കരമായിട്ട് അത് ഭയങ്കരമായിട്ട് ആദിവാസികളെ ഷെയിം ചെയ്യുന്നു. അതിൽ മനം വിഷമിച്ച ഒരു കുട്ടി മരിക്കാൻ വരെ ശ്രമിച്ചു. സലിംകുമാർ വരെ ഞാൻ അത് ചെയ്തത് മോശമായി പോയി എന്ന രീതിയിലൊക്കെ പ്രതികരിക്കുകയുണ്ടായി. അപ്പം അതിനെ സാർ എങ്ങനെയാണ് അതിനോട് യഥാർത്ഥത്തിൽ 2 അനുഭവമാണ് ആ സിനിമയ്ക്ക് ആധാരമായിട്ടുള്ളത്. ഒന്ന് ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഒരു മൂവി, ഇതേ സബ്ജക്റ്റാണ്, ഒരു വ്യത്യാസമില്ല. മറ്റൊന്ന്, ഞാൻ കോഴിക്കോട് വന്ന് അശോക ഹോസ്പിറ്റലുണ്ട്, ഞാൻ അവിടെ നിൽക്കുക. അപ്പോൾ വയനാട്ടിൽ വന്ന ഒരു ട്രൈബൽ ഫാമിലി തൊട്ടപ്പുറത്തുള്ളത്, ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ഇവർക്ക് റോഡ് ക്രോസ് ചെയ്യണം. ഇവർ 4 സ്റ്റെപ്പ് വയ്ക്കും, അടുത്ത വണ്ടി വരും, പുറകോട്ട് ഓടും. ഏകദേശം 1/2 മണിക്കൂറിൻ്റെ മേലെടുത്തു ഇവർ ക്രോസ് ചെയ്യും. അവർക്ക് ഈ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ല, ഈ സോഷ്യൽ ലൈഫായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു വീട്, നല്ല വീട്ടിൻ്റെ അകത്ത് അവർക്ക് കയറാൻ യോഗ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനൊരു പരിസ്ഥിതി വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. അത് ഇന്നസെൻ്റ് ആയിട്ടുള്ള കോമഡി. അത് ഇപ്പം ഞാൻ ആദ്യമായിട്ട് വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയപ്പോൾ എനിക്ക് പായസവും തന്നു, തൈരും തന്നു. എനിക്ക് ഞാൻ പായസം എടുത്ത് ചോറിലൊഴിച്ചു. അതൊരു ഹ്യൂമറാണ്. ആ ഹ്യൂമറിന് അങ്ങനെ ഞാൻ അതിൽ ഒരു വിഭാഗത്തെയോ ഒന്നും പറഞ്ഞില്ല. അവർ ജയിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ആ സിനിമയിൽ ആ മുളയാടികൾ ജയിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഉദ്ദേശിക്കുന്ന ആളെ കൊണ്ട് തിരിച്ച് കാട്ടിലോട്ട് പോകുന്നത്. അവർക്ക് ഡോക്ടറെ കൊണ്ട് പോകുന്നിടത്താണ് സിനിമ. അതിൽ അവരെ മോശമാക്കുന്ന ഒരു അതിലാകെ ഉള്ളത് പറഞ്ഞാൽ ഈ ക്ലോസറ്റിൻ്റെ കാര്യമുണ്ടല്ലോ, അതുപോലെ എൻ്റെ അഭിപ്രായമല്ല, മണിയുടെ അഭിപ്രായമാണ്. അതിൽ ആ വിഭാഗത്തിൽ ഏറ്റവും പെടുന്ന ആളാണ് മണി. ഏറ്റവും മണിയാണ്. ഞാൻ പറഞ്ഞത് അത് വേണ്ട, അത് എന്തായിക്കാം. അപ്പോൾ എന്നിട്ട് അന്ന് വേറെ പറഞ്ഞു, ഫിലോമിന ഇതേ സീൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ വെള്ളത്തിൽ എന്താ വല്ലാത്ത പുളിപ്പ് എന്ന് പറഞ്ഞൊരു സീനും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, അതിനാരും കുറ്റം പറഞ്ഞില്ല. അപ്പം ഈ ട്രൈബൽ സ്നേഹം ഇപ്പോൾ വന്നാണ്. ഞാൻ സാർ ഈ സിനിമ എടുത്തത് റിലീസായി വലിയ ഹിറ്റ് ആവുന്ന സമയത്തൊന്നും ഈ ഒരു ഒന്നുമില്ല. അതല്ല, എൻ്റെ കൂടെ ജീവിക്കുന്നത് ബാലൻ, ലക്ഷ്മണൻ, എൻ്റെ കുഞ്ഞുനാൾ മുതൽ 4 അതായത് 5 വയസ്സിൽ സ്കൂളിൽ ചേർന്ന അന്ന് മുതലുള്ള സൗഹൃദമാണ് ഈ ട്രൈബ്സ്. ഞാൻ അവരുടെ കൂടെയാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. എനിക്കുള്ള സൗഹൃദമൊന്നും ഈ ട്രൈബ്സുമായിട്ട് ഇന്നുള്ള ഈ ട്രൈബ്സിന് വേണ്ടി കുരയ്ക്കുന്ന ഒരാൾക്കില്ല എനിക്ക്. കാരണം അവരുടെ കൂടെ ഇപ്പം എന്തിനാ പറയുന്നത്, സിനിമ മാത്രം കണ്ട് നാടുഗദ്ദിക എന്ന് പറഞ്ഞാൽ നാടകം അറിയാലോ, ബേബിയുടെ നാടുഗദ്ദികയുടെ മുമ്പ് തെരുവ് നാടകം കളിച്ച ആളാണ് ഞാനിത്. അന്ന് മുഴുവൻ ട്രൈബ്സിൻ്റെ മുമ്പിലാണ് നാടകം കളിക്കുന്നത്. ഇവിടെ നമ്മുടെ തിരുനെല്ലി വർഗീസിൻ്റെ എല്ലാ വർഷത്തെയും വർഗീസ് ദിനത്തിൽ പോയി ആദിവാസികൾക്ക് ചുറ്റും ആദിവാസികളെ വട്ടത്തിൽ നിർത്തി നടുക്ക് നാടൻ കളിച്ചാണ്. അവരാണ് എന്നെ ഈ ട്രൈബ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ആരാണ് ഈ സ്നേഹികൾ? ഒരു കോളനിയിൽ പോകാത്ത, അവിടുത്തെ ജീവിതം അറിയാത്ത, എന്താണ് നായ്ക്കര്, എന്താണ് പണിയര്, എന്താണ് കുറിച്യര്, കുറുമര് എന്നറിയാത്ത ആളാണ് ഈ വന്ന് പ്രസംഗിക്കുന്നത്. അവരുടെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ ഇരുന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി തന്നിട്ടുണ്ട് ഈ ട്രൈബ്സും ഞാനും. ഇവർ കഴിക്കുമോ? ഈ സ്നേഹിൽ കഴിക്കില്ല. എന്നിട്ട് ഭയങ്കര സ്നേഹമാണ് ട്രൈബ്സ്. ഞാൻ ട്രൈബൽ വിരോധിയാണെന്ന് വന്ന് BJP ചേർന്നതിന് ശേഷം ആ 2016 വരെ നിങ്ങൾ ഒരു വാക്ക് കേട്ടിട്ടില്ല ബാംബു ബോയ്സിനെ കുറിച്ച്. ഇപ്പോഴും ബാംബു ബോയ്സ് കണ്ടവരാണ് ഇത് കുറ്റം പറയുന്നത്. ബാംബു ബോയ്സ് നിഷ്കളങ്കമായിട്ടുള്ള ഇതാണ്. ഇതൊരു ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഒരു ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരെ ഷെയിം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അത് കേട്ടപ്പോൾ ആദ്യമായിട്ട് എന്താ തോന്നിയത്? എനിക്ക് ചിരിയാ വന്നത്. കാരണം ഞാൻ അവരുടെ കൂടെ ജീവിക്കുന്നത്. ഇപ്പോഴും അവർ എൻ്റെ സുഹൃത്തുക്കളാണ്.
അപ്പൊ ഇനി അങ്ങനെ ഒരു സബ്ജക്ട് ഫസ്റ്റ് സിനിമയിൽ നമ്മുടെ വള നല്ല കുപ്പി വള വാങ്ങിത്തരും നാന് മാല നല്ല കെല്ലുമാല വാങ്ങിത്തരും. ഈ മലയാളത്തിൽ ആദ്യമായിട്ട് പണിയ ഭാഷ സിനിമയിൽ കൊണ്ടുവന്ന ആളാണ് ഞാൻ. അതിൽ വേറെ ഒന്നുണ്ട്, ഉച്ചാല് തിറമലവാൻ നീയോ വാത്തമ്മ വാത്തമ്മ കുള്ളത്തി. എന്നെയാണ് ഇവർ പഠിക്കുന്നത്. ഇനി അങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യുമോ ധൈര്യത്തോടുകൂടി? എനിക്കെന്താ ചെയ്യുന്നതിന് സബ്ജക്ട് എന്തോ ഒരു പേടിക്കുക. ആരെയാ പേടിക്കേണ്ടത്? ഇപ്പം ആരെയും പേടിക്കേണ്ട, കാരണം യൂട്യൂബ് ഉണ്ടല്ലോ. ഇപ്പം റിലീസ് ചെയ്യിക്കില്ല, വേണ്ടെന്ന് യൂട്യൂബിലിടാറ്റോ.